ഇവിടെ നിങ്ങൾക്ക് കാണാം ചില ചിത്രങ്ങൾ. ഈ കുട്ടികൾ ഇത് എവിടെയുള്ള കുട്ടികളാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ താഴെ ഒരു പതാകയുടെ ചിത്രം വെച്ചു. എന്നാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. അത്രയ്ക്ക് പരിതാപകരമാണ് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ജിഹാദിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഫ്രീ പ്ലേ സ്റ്റേഷൻ എന്ന് പറയുന്ന സംഗതി, ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നം നടന്നുകൊണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്ന ആ സംവിധാനങ്ങൾ, ആ മേഖലകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. യമന് ആണ് ഒരു ചിത്രം, നടുക്ക് നിൽക്കുന്നത് സുഡാനാണ്, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. കുട്ടികൾ ഇന്നും എണ്ണം നിങ്ങൾക്ക് തികയില്ല, അവിടെ എണ്ണിയാൽ തീരില്ല എന്നതാണ് അവിടുത്തെ കഥ. ഇനി ഇവിടെ ഒരു വാചകം, ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്തീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ്. ജിഹാദിലൂടെ അല്ലാതെ ഈ പലസ്തീനിയൻ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല. ഇനീഷ്യേറ്റീവ്സ്, പ്രപ്പോസൽസ് ആൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ആർ ഓൾ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വെയിൻ എൻഡവേഴ്സ്. ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നവർക്ക് ഹൂറി പരാമർശം ഉണ്ടായിരിക്കും. ഇത് ഹമാസിന്റെ ചാർട്ടറാണ്. മാത്രമല്ല, നിങ്ങൾ ഇത്രയും നേരം കണ്ടു, ആ കൊടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അത് പലസ്തീൻ ആണെന്ന്. പക്ഷേ അത് പലസ്തീൻ്റെ കൊടിയല്ല. പലസ്തീൻ്റെ കൊടി ഇതാണ്. ഇത് കൊടിയും ചായയൊക്കെ ഏതാണ്ട് ഒരേപോലെ ആയതുകൊണ്ട് ജിഹാദും ഒരേപോലെ